എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു ഗ്രാജുവേഷൻ സെറിമണിയാണ് കാണിക്കുന്നത്. ഞാൻ കോളേജ് കോമ്പൗണ്ടിൽ ആരെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിലാണ് അവൻ്റെ അമ്മ അവൻക്ക് വിളിക്കുന്നത്. നീ ഇത് എവിടെയാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നത് അയ്യോ ഇപ്പോൾ പറ്റില്ല, അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫുഡ് ഒരുമിച്ച് കഴിക്കാമെന്ന്, അപ്പോൾ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ വെക്കുകയാണ്. എന്നാൽ അമ്മക്ക് അത് കേട്ടിട്ട് ഇവനെന്തപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇത് കേട്ട ആ ഒരു സിസ്റ്ററിന് ദേഷ്യം വരുന്നുണ്ട്. വെറുതെ ഉറങ്ങാനും സമ്മതിക്കില്ല, വലിച്ചു കെട്ടി കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ യാൻ്റെ കോളേജിലല്ല, മറിച്ച് ഇഫാൻ്റെ കോളേജിലാണ്. അവന് ഇവളുടെ ഈ ഒരു പരിപാടി ഇന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇഫാനാണെങ്കിലും ആ ഒരു ഗ്രാജുവേഷൻ കോട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഭയങ്കര തിരക്കിലാണ്. ഞാൻ ഇവളെ പെട്ടെന്ന് കണ്ടപ്പോൾ അറിയാതെ ഇഫാൻ എന്നങ്ങോട്ട് വിളിച്ചു പോയി. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ആ ഒരു വിളി ഇവിടെ ഇഫാൻ കേട്ടിട്ടുണ്ട്. തന്നിപ്പോൾ ആരെ വിളിച്ചതെന്നും വിചാരിച്ചിട്ട് അവളിങ്ങനെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് തപ്പുന്നുണ്ട്. എന്നാൽ അവൾക്ക് ആരാണെന്ന് മനസ്സിലായില്ല. എന്നാൽ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്. അതിലൊരു ഫ്രണ്ട് പറയുന്നത്, ഞാനില്ലേ ഇപ്പോൾ ഒരു അടിപൊളി പയ്യനെ കണ്ട്, എന്തൊരു ഭംഗിയാണ് അവനെ കാണാൻ, അവൻ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ആക്ച്വലി അവൾ കണ്ടത് ഇവിടെ യാനെയാണ്. എന്നാൽ ഇവിടെ ഇഫാന് അപ്പോഴും അവളിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ അവൾക്ക് പിടി കൊടുക്കാതെ വേഗം അവിടെ നിന്ന് സ്കൂട്ടാകുന്നു. ശേഷം അവൾ വീണ്ടും ആ ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലായി. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് ലൈഫിലോട്ട് വരാം. ബെസ്റ്റിൻ്റെ വീട്ടിലോട്ട് ഹോന് വന്നിരിക്കുകയാണ്. അവനിപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ വീട്ടുകാർ തന്നെ അവനെ ഒന്ന് ക്ഷണിച്ച് വരുത്തിയിരിക്കുകയാണ്. ഇവളുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവനെ നന്നായിട്ട് ട്രീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ആകെ കഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ അവനാണെങ്കിലും ഇവിടെ എങ്ങനെ പെരുമാറേണ്ടത് എന്നൊന്നും അറിയാതെ ആകെ ബലം പിടിച്ചിരിക്കുകയാണ്. പേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിയ ബെസ്റ്റി അവനോട് കൂളാകാൻ പറയും. അവൻ്റെ വീട്ടിൽ എങ്ങനെയാണോ കൂളായിട്ട് നിൽക്കുന്നത് അതുപോലെ ഇവിടെ നിൽക്കാം, അത്രയും ഓപ്പണപ്പ് ആവാനൊക്കെ പറയുകയാണ്. അത് കേട്ടപ്പോഴാണ് അവനക്കൊരു സമാധാനമായത്. അങ്ങനെ അവരെല്ലാവരും കൂടി എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനി ഇവിടെ ബെസ്റ്റിൻ്റെ അച്ഛൻ ഇവളുമായിട്ട് സംസാരിക്കുകയാണ്. ഭാവി അമ്മായിച്ചനാണല്ലോ, അപ്പോൾ തൻ്റെ മരുമകൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കും. അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഹോന് അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഈ അച്ഛന് ഭയങ്കര വിഷമമാകുകയും അവനിങ്ങനെ സമാധാനിപ്പിക്കുകയും ചെയ്യും. ഏതായാലും ഈ അച്ഛൻക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവരിങ്ങനെ സംസാരിക്കുന്നതും ബെസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ കാര്യം ഏകദേശം തീരുമാനമായി. എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇനി അതേസമയം ഇവിടെ ഇഫാന് അവൾ ഇന്ന് യാനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ കഫേയിലോട്ട് വന്നിരിക്കുകയാണ്. അവന് മുകളിലുണ്ടെന്ന് അവൻ്റെ സ്റ്റാഫ് പറഞ്ഞപ്പോൾ അവൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു വ്യക്തി അവളുടെ മുന്നിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇഫാന് ആകെ ഒന്ന് പേടിച്ചു പോയി. എന്നിട്ട് ഇയാൾ ഇവളുടെ അടുത്തോട്ട് വന്നിട്ട്, ഹായ് ഇഫാൻ, ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി രീതിയിൽ ഇങ്ങനെ കുശലം ചോദിച്ചു വരികയാണ്. ഇവളാണെങ്കിലും ആകെ പേടിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ഇവളുടെ ഒരു മുഖം കണ്ടിട്ട് പറയും, നിനക്കെന്നെ മനസ്സിലായില്ലേ, നീ എന്നെ പെട്ടെന്ന് ഇങ്ങനെ മറന്നോ എന്നൊക്കെ പറയുന്നു. എന്നാൽ ഈ ഒരു രംഗം കണ്ടുകൊണ്ട് ഇവിടെ ഞാൻ വരുന്നുണ്ട്. അവൻക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. എന്നിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഇവൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ അവൾ അറിയില്ലെന്ന് പറയുമ്പോൾ ഈ വ്യക്തി പറയും, നിനക്കെന്നെ അറിയില്ലേ, ഞാൻ നിൻ്റെ അങ്കിളാണ്, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നുള്ളൂ എന്ന് മാത്രം, അപ്പോഴേക്കും എന്നെ മറന്നോ എന്ന് ചോദിക്കുന്നു. അതിൽ ഇവിടെ ഞാൻ വീണ്ടും ഇവളോട് നിനക്ക് ഇയാളെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് പറഞ്ഞതും പിന്നെ ഞാൻ വേറൊന്നും ചോദിക്കാൻ നിന്നില്ല, അവളെയും കൊണ്ട് വേഗം അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇയാളാണെങ്കിൽ അവളുടെ കൈ അങ്ങോട്ട് കയറി പിടിക്കും. എന്നിട്ട് പറയും, നീ എന്നെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറക്കാനൊന്നും ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വഴക്ക് കൂടാൻ വരികയാണ്. അതിൽ പിന്നെ സംഗതി അങ്ങോട്ട് വഷളായി. അതിൽ ഇവിടെ യാൻ്റെ സ്റ്റാഫും എല്ലാവരും കൂടുന്നു. അവൻ്റെ ആളുകളാണല്ലോ ആ കഫേ മുഴുവനും. പിന്നെ വലിയൊരു ഇഷ്യൂ ആകുകയാണ്. അത് കണ്ട ഈ ഒരു ആൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിന്തിരിയും. കാരണം അവൻ്റെ ഏരിയ, അവൻ്റെ ആളുകൾ, താൻ ഈ ഒരു സ്വഭാവം ഇവിടെ എടുത്താൽ തനിക്ക് തന്നെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ പറയും, ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷേ നമുക്ക് വീണ്ടും ഒന്ന് കാണണം എന്നും പറഞ്ഞ് ഒരു ഭീഷണി രൂപത്തിൽ സംസാരിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. എന്നാൽ ഇവിടെ ഇഫാനാണെങ്കിലും ആകെ ടെൻഷനായിക്കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അവസാനം ഇഫാൻ പറയുന്നു അത് തൻ്റെ അങ്കിളാണെന്ന്. അതായത് ഇവളെ എപ്പോഴും ഉപദ്രവിച്ചിരുന്ന ആ ഒരു ആൻറ്റി ഉണ്ടല്ലോ, ആ ആൻറ്റിയുടെ ബ്രദർ. എന്നിട്ട് പറയും അയാൾ നല്ല ഒരാളല്ല, ഭയങ്കര ദുശീലമൊക്കെ ഉള്ള ഒരാളാണ്. ഇനി അടുത്ത തവണ നീ എങ്ങാനും അവനെ കാണുകയാണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട, ഒരു സ്ട്രേഞ്ചറിനോട് പെരുമാറുന്നത് പോലെ പെരുമാറിയാൽ മതി എന്നും ഇവൾ പറയുന്നു. ഇവിടെ ഞാൻ അവൾക്ക് ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവളെ തനിയെ ഒരു റൂമിൽ ഇരുത്തുകയാണ്. എന്നിട്ട് അവളുടെ ഒരു മുഖം കണ്ടിട്ട് ചോദിക്കും, നിനക്ക് വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ,
നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്ന് ആലോചിക്കും. പക്ഷെ പിന്നെ അവൾ പറയും ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന്. എന്നാൽ ഇവൾക്ക് എന്തോ ഒരു പ്രശ്നം അയാളുമായിട്ടുണ്ടെന്ന് ഇവനക്ക് മനസ്സിലായി. എന്നാൽ ഇവൾ അത് ഇപ്പോൾ പറയാൻ റെഡി അല്ലെന്നും മനസ്സിലായത് കൊണ്ട് തന്നെ പിന്നെ ഇവന് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. അവൾക്ക് പറയണമെന്ന് തോന്നുമ്പോൾ പറയട്ടെ എന്നും അവൾ വിചാരിക്കുന്നു. ഇനി അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം കൊണ്ട് തന്നെ അവൻ ആകെ അസ്വസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവൻ ഉറക്കത്തിൽ നിന്നും എന്തോ ഒരു ദുസ്വപ്നം കണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. പിന്നെ അവനക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. അവന് കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇഫാന് അവൾ ഓക്കെ ആണോ, അവൾ ആകെ ടെൻഷൻ അടിച്ച് കിടക്കുകയാണോ എന്താണെന്ന് ഒരു അറിവുമില്ലല്ലോ. അപ്പോൾ അവളുടെ റൂമിൻ്റെ ആ ഒരു ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് അവനെ ഇങ്ങനെ നോക്ക് ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ ഡോറും തുറന്നുകൊണ്ട് പുറത്തോട്ട് വരുന്നത്. അതെ, അവളിങ്ങനെ വരുന്നുണ്ടെങ്കിലും പക്ഷെ ഉറങ്ങുകയാണെന്ന് മാത്രം, സ്ലീപ്പ് വാക്കിംഗ്. എന്നാൽ ഇവനാണെങ്കിൽ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾക്ക് അവിടെയും ഇവിടെയും മുട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച് പ്രത്യേകം പ്രൊട്ടക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവളെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ടിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ എന്തോ ഓർത്തുകൊണ്ട് ഉറക്കത്തിൽ അങ്ങനെ കരയുന്നു, കണ്ണുനീരങ്ങനെ ചാടുന്നുണ്ട്. അത് കണ്ട് ഇവന് ആ ഒരു ടിഷ്യൂ എടുത്തിട്ട് അവളുടെ മുഖം ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഇവൻ്റെ കയ്യിൽ അങ്ങോട്ട് ഇവൾ കയറി പിടിക്കുന്നത്. എന്നിട്ട് ഇവനെയും വലിച്ചുകൊണ്ട് അവളുടെ റൂമിലോട്ട് പോകുന്നു. എന്നാൽ ഇവന് പെട്ടെന്നാകൊന്ന് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്തായാലും ഇവളെങ്ങനെ ആ ബെഡിൽ കിടത്തും. എന്നിട്ട് തല ഒന്നിങ്ങനെ തടവിയപ്പോഴേക്കും അവൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. എന്നിട്ട് പതുക്കെ അവൻ്റെ കൈയെടുത്ത് പോകാമെന്ന് വിചാരിക്കുമ്പോൾ ആ കൈ അവൾ പിടിവിടുന്നതേയില്ല. നല്ല മുറുക്കെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ അവനൊന്നും നോക്കിയില്ല. അവളുടെ അപ്പുറത്ത് തന്നെ അവൻ ഉറങ്ങാമെന്നും പ്ലാൻ ചെയ്യുന്നു. ഉറങ്ങുന്നതിന് മുന്നേ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെക്കുന്നു, പിന്നെ അവളുടെ ലിപ്പിലും. അങ്ങനെ അവർ അന്ന് അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയാണ്. ഇനി അടുത്ത ദിവസം രാവിലെ ഇഫാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. പിന്നെ അവളിന് നോക്കുമ്പോഴോ അവനെ നന്നായിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവളൊന്ന് സംശയിച്ചിട്ട് ചുറ്റും നോക്കുമ്പോൾ അത് അവളുടെ റൂമാണ്. എന്നിട്ട് ഇവളിങ്ങനെ സംശയിച്ചുകൊണ്ട് നീ പിന്നെയും എൻ്റെ റൂമിലോട്ട് വന്നു എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഞാനൊന്ന് ഉണർന്നിട്ട് പറയും നീ എന്തൊക്കെയാണ് പറയുന്നത്, പിന്നെ ഇവിടെ നിൻ്റെ റൂം എന്ന് പ്രത്യേകം പറയുന്നത് ചെറിയൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ വന്നത് അകത്ത് എങ്ങനെയായിരിക്കുമെന്നാണ് നിനക്ക് തോന്നുന്നത്, ആകെ ഉറക്കം വരാതെ കഷ്ടപ്പെട്ടിട്ട് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നു. അതുമല്ലെങ്കിൽ നീ എൻ്റെ കൂടെ കിടക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി വന്നതാണെന്നും പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഇവിടെ ഞാൻ ചെറുതായിട്ടൊരു കുശുമ്പ് തോന്നി. നിനക്കൊന്നും ഓർമ്മയില്ലേ, നീ ഇന്നലെ എന്നെ ബലം പ്രയോഗിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് പറയും. അത് കേട്ട് ഇവിടെ ഇഫാൻ ഒന്ന് ചിന്തിക്കുകയാണ്, ബലം പ്രയോഗിച്ച്, അതും ഇവന് അവളെ കൊണ്ടുവരണമെങ്കിൽ താങ്ങിക്കൊണ്ടുവന്നതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവളിങ്ങനെ ചിരിക്കും. പിന്നെ ഇവൻ പറയുകയാണ് അവളിങ്ങനെ ഉറക്കത്തിൽ നടന്നതും അവൻ്റെ കൈ പിടിച്ച് കൊണ്ടുവന്നതും എല്ലാം പറയും. ഏതായാലും എൻ്റെ ഉറക്കം തെളിഞ്ഞിട്ടില്ല, നീ ഇവിടെ കിടന്നേ, നമുക്കൊന്നുകൂടെ ഉറങ്ങി എണീക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ പിടിച്ച് കിടത്തുകയാണ്. എന്നാൽ അവളാണെങ്കിലോ അവൾക്ക് വിശക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. ഏതായാലും പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അവനെ വിളിച്ചു. എന്നിട്ട് രണ്ടുപേരും ഇരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇഫാന് അവൾ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പറയും ഇനി ആ മനുഷ്യനെ കാണുകയാണെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട എന്നും. അത് കേട്ട് ഞാനൊന്ന് പറയും നീ ഇപ്പോഴും അതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണോ, അത് അവന് വിട്ടേക്ക്, അവൻ എൻ്റെ മുന്നിലോട്ട് വന്ന് എനിക്കറിയാം എങ്ങനെ ചെയ്യേണ്ടത്, ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഓഫീസിലോട്ട് പോവുകയാണ്. അങ്ങനെ ലിഫ്റ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ ഒരു ആക്ടർ പയ്യനുണ്ടല്ലോ അവൻ്റെ ആ ഒരു ഇൻറ്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞ് ഇന്ന് അവൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. എന്നാൽ ആ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു പുതിയ സെക്യൂരിറ്റി ഗാർഡ് അത് ഇവൾ പേടിക്കുന്ന ആ ഒരു അങ്കിള് തന്നെയാണ്. അതെ, അവളുടെ അതേ ഓഫീസിലെ പുതിയ ജോലിക്കാരനായിട്ട് ഇവൻ ജോയിൻ ചെയ്തിരിക്കുന്നു. ആ ഒരു സത്യം ഇവിടെ ഇഫാൻ അറിയുകയും ആകെ പേടിച്ച് നിൽക്കുകയുമാണ്. എന്നാൽ ഇവളെ കണ്ടിട്ട് അവനൊരു ചിരിയും ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവൾക്ക് ഇതെങ്ങനെ ഇയാൾ ഇവിടെ എത്തിയെന്ന് അറിയില്ലല്ലോ. ഈ ആക്ടർ പയ്യനോട് അവൾ ചോദിച്ച് മനസ്സിലാക്കും. അതിൽ ഇവൻ പറയുന്നുണ്ട് പുതിയ ജോലിക്കാരനാണ്, പ്രശ്നമൊന്നുമില്ല, നല്ല ആളാണ്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഗുണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവൾക്കതൊന്നും തീരെ അങ്ങോട്ട് രസിക്കുന്നില്ല. ഏതായാലും ഈ ഒരു ആക്ടർ പയ്യൻ പറയും ഇന്നെൻ്റെ ഫെയർവെൽ പാർട്ടിയാണ് കേട്ടോ, എന്നിട്ട് അവൾ ആ ഒരു പാർട്ടിയിലോട്ട് ക്ഷണിക്കണം, ഇന്ന് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ കാണാൻ പോകില്ലെന്നും പറയുന്നു. അതായത് ഇന്ന് അവൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഈ ഒരു ഡേ ഒരു പാർട്ടിയോട് കൂടി അവന് നാളെ തൊട്ട് ഇനി അവൻ ഈ ഒരു ഓഫീസിലോട്ട് വരില്ല. എന്നാൽ ഇഫാനിൻ്റെ ജോലി കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടാകും. ഒരുപക്ഷെ അവൾ രാത്രി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതുമായിരിക്കാം. അതായത് ഇപ്പോൾ അവിടെ താഴെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇവൾ പേടിക്കുന്ന ആ ഒരു അങ്കിളുണ്ട്. ഇനി നൈറ്റ് ഷിഫ്റ്റ് ടീം വന്നു കഴിഞ്ഞാൽ ആളുകൾ മാറുമല്ലോ, അപ്പോൾ ആ ഷിഫ്റ്റ് മാറുന്നത് വരെ അവൾ വെയിറ്റ് ചെയ്തതുമായിരിക്കാം. എന്തായാലും ഇവളിങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ആ ആക്ടർ പയ്യൻ അവൾക്ക് പ്രത്യേകം വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് നീ എന്താ വരാത്തത്, ഞാനിന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവളോട് എത്രയും പെട്ടെന്ന് വരാൻ പറയുന്നു. ഇഫാൻ ആണെങ്കിലോ നോക്കിയപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. ഏതായാലും അവൾ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു സെക്യൂരിറ്റിൻ്റെ ഭാഗത്തെത്തുന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയപ്പോൾ അവിടെ വേറൊരാളാണ്. അവൾക്ക് ഭയങ്കര സമാധാനമായി. അങ്ങനെ അവൾ പുറത്തോട്ട് പോയപ്പോഴോ ആ ഒരു ആൾ ഇവൾ വരുന്നതും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്.
ഇവളാണെങ്കിൽ പേടിച്ചുകൊണ്ട് ഇയാൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗം അവിടുന്ന് രക്ഷപ്പെടുമ്പോൾ ഇയാൾ അങ്ങോട്ട് പിടിച്ച് വലിച്ച് ഇവളെ വീഴ്ത്താനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നീ എന്താ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, നീ കാരണം എൻ്റെ ലൈഫ് അങ്ങോട്ട് മാറിപ്പോയി, നിനക്ക് കോളേജ് ലൈഫ് മുഴുവനാക്കി നല്ലൊരു ജോലി കിട്ടി, ഇപ്പോൾ ഭയങ്കര റിച്ചായ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടി, പക്ഷേ നീ കാരണം എൻ്റെ ലൈഫ് അതാകെ തകിടം മറിഞ്ഞില്ലേ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇനി എൻ്റെ അങ്ങോട്ടുള്ള ചിലവും ഇപ്പോൾ എൻ്റെ ലൈഫിൽ പറ്റിയ ആ ഒരു കാരണത്തിനുള്ള കോമ്പൻസേഷനും എല്ലാം നീ എനിക്ക് തരണം എന്നൊക്കെ പറയുന്നു. ഇഫാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇയാൾ പിന്നെ അങ്ങോട്ട് പിടിയും വലിയുമായി. പിന്നെ ഇവളെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. ഇവൾ ആകെ പേടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആക്ടർ പയ്യൻ ഇവളെ കാണാത്തത് കൊണ്ട് തന്നെ ഇവളെയും തെരഞ്ഞു വരുന്നത്. അതിൽ ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു അങ്കിള് ഇയാൾ ഇവനെ കണ്ടതും പിന്നെ അങ്ങോട്ടൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇവിടെ ഇഫാനോട് കാര്യം ചോദിക്കുമ്പോൾ അവളും ഒന്നുമില്ലെന്നൊക്കെ പറയും. എന്നിട്ട് ഇവൻ്റെ കൂടെ അവൾ വരുമ്പോൾ ഇവളുടെ ഈ ഒരു മുഖഭാഗവും ഈ ഒരു പ്രത്യേകമായിട്ടുള്ള പേടിച്ച് നിർത്തും എല്ലാം കണ്ടപ്പോൾ ഇവൻക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇനി ആ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. എല്ലാവരും നല്ല അടിച്ച് ഫിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ ആ ഒരു സംഭവം കഴിഞ്ഞതോടുകൂടി വല്ല മൂടൊന്നുമില്ല. പക്ഷേ ഇവൻ്റെ പാർട്ടിയല്ലേ, അതിനു വേണ്ടി വന്നതാണ്. എന്തായാലും ഇങ്ങനെ അവൾ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് യാൻ്റെ പോലെ ഒരാളെ കാണുന്നത്. വന്ന് നോക്കിയപ്പോൾ അതെ യാനാണ്. അവനാണെങ്കിലോ ഇപ്പോൾ കാണുന്നത് പോലെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലേ എന്നൊക്കെ പറയുന്നു. എന്നാൽ ആക്ച്വലി ഇവിടെ ഈ ഒരു ആക്ടർ പയ്യൻ ഇവനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ ഒരു നേരത്തെ ഉണ്ടായ സംഭവം ഇവൻ കാണുകയും ഇവിടെ യാനോട് പറയുകയും അങ്ങനെ ഇഫാൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇവന് എന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇവിടെ ഇഫാനാണെങ്കിലോ അവളിങ്ങനെ ഇവനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവളുടെ അമ്മ മെസ്സേജ് അയക്കുന്നത്. ഈ ഒരു അങ്കിള് അവന് ഈ നാട്ടിലോട്ട് വന്നിട്ടുണ്ട്, പിന്നെ ഈ അമ്മയുടെ കൂടെയാണ് താമസം എന്നൊക്കെ ഈ ഒരു സംഭവം ഒന്നും അറിയാതെ അമ്മ ഇങ്ങനെ പറയുകയാണ്. എന്നാൽ അത് കേട്ടതും ഇവൾക്ക് ഭയങ്കര ഒരു ദേഷ്യവും വിഷമവും ഒക്കെ വരികയാണ്. ഇനി അടുത്ത ദിവസം യാനിൻ്റെ ആ ഒരു കഫേയിൽ കാണാം. കഫേയിൽ അവൻ്റെ സ്റ്റാഫുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു സ്റ്റാഫ് പയ്യൻ വന്നിട്ട് പറയുന്നത് അവിടെ കുറച്ച് ഈ ഒരു ഫുഡ് ഇൻസ്പെക്ടേഴ്സ് വന്നിട്ടുണ്ട്, കുറേ മീഡിയക്കാരും ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ഇവൻ എന്താണെന്ന് കാര്യം ചോദിക്കുമ്പോൾ പറയും, ഈ ഒരു ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ഒരുത്തനക്ക് ഫുഡ് ഇൻസ്പെക്ഷൻ ആയിട്ടുണ്ട്, അവർ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷെഫ് ഉണ്ടല്ലോ അവൻ ആകെ പേടിക്കും. അവൻ പറയും അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ എന്ന്. ഇവരും അത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ ഇപ്പോഴും കഴിക്കുന്നതും എല്ലാം ഈ ഒരു ഫുഡ് തന്നെയാണല്ലോ, നമുക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയും. എന്തായാലും ഞാൻ അതെന്താ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ ഭയങ്കര ബഹളം വയ്ക്കുകയാണ്. അതായത് ഇവൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അവനിപ്പോൾ ഭയങ്കര വൊമിറ്റായിട്ട് ഹോസ്പിറ്റലിൽ ഭയങ്കര സീരിയസ് ആണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇത് ആക്ച്വലി ഇഫാൻ്റെ അങ്കിളുടെ പരിപാടിയാണ്. അവന് ഇതെല്ലാം ലൈവായിട്ട് ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ ആവശ്യപ്പെടുന്നത് ഒരുപാട് വലിയ എമൗണ്ട് കോമ്പൻസേഷൻ, പിന്നെ ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കാനും പാടില്ലെന്ന് പറയുന്നു. അത് കേട്ടതും ഞാൻ ഇതിലെന്തോ ഒരു ഉടായ്പുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പറയും, ഓക്കെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നെ നിങ്ങളുടെ ഹോസ്പിറ്റൽ ചെലവും അതിനുള്ള എല്ലാ കോമ്പൻസേഷനും ഞാൻ തരാം, പക്ഷെ ഞങ്ങളും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, നിങ്ങൾക്ക് പറ്റിയ ഫുഡിൻ്റെ ഇൻസ്പെക്ഷൻ അത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മീഡിയാസിനെ വിളിക്കുന്നത് ഞാനായിരിക്കും എന്നും അവനത് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അത് കേട്ട ഈ ഒരു അങ്കിളിന് ചെറിയൊരു പേടിയുണ്ട്. എന്നിട്ട് ഇവിടെ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനും അവരുടെ കിച്ചൺ കാണിച്ചു കൊടുക്കാനും എല്ലാം ഈ ഒരു ഫുഡ് ഇൻസ്പെക്ടർമാരോട് പറയുന്നുണ്ട്. അങ്ങനെ അവരത് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഞാൻ ആ ഒരു അങ്കിളിനെ കാണുന്നത്. അപ്പോൾ തന്നെ അവൻക്ക് കത്തി ഇത് ആരുടെ പണിയാണെന്ന്. എന്തായാലും ആ ഒരു കഫേ അവൻ്റേത് ഈ ഒരു ഇൻസ്പെക്ഷനും ഈ ഒരു അന്വേഷണം എല്ലാം കഴിയുന്നത് വരെ താൽക്കാലികമായിട്ട് അടച്ചിടണം എന്നും ഓർഡർ വരുന്നു. ഇഫാൻ്റെ ആ ഒരു മീഡിയയിൽ നിന്ന് തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അവരോട് പറയുന്നുണ്ട് ഇത് ഒരിക്കലും ഇഫാൻ അറിയാൻ പാടില്ല, സീക്രട്ടായിട്ട് വെക്കണമെന്ന് അവരോട് പറയുകയാണ്. അവരും അത് അനുസരിക്കും. എന്നാൽ ഇഫാൻ ഇത് അറിയുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ അത് ബെസ്റ്റ് പറയുകയാണ്. ബെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കഫേയിലോട്ട് പോകാറുണ്ട്. എന്നാൽ അന്ന് പോയപ്പോൾ അത് ക്ലോസ് ആണ്. അപ്പോൾ അത് കാര്യം ചോദിച്ചിട്ട് ഇവിടെ ഹോനോട് ആ ഒരു കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഹോനാണ് പറഞ്ഞിരുന്നത് ഇവളോട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് താൽക്കാലികമായിട്ട് ക്ലോസ് ആക്കിയിരിക്കുന്നതെന്ന്. എന്നിട്ട് ആ ഒരു വിവരം അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബെസ്റ്റ് ഇഫാനെ വിളിക്കുകയാണ്. എന്നാൽ ഇഫാനാണെങ്കിൽ അത് അപ്പം അറിയുന്നുള്ളൂ. അവൻ ആകെ ടെൻഷനായിരിക്കുകയാണ്. എന്നിട്ട് അവൾ കോൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരു ന്യൂസിൽ നോക്കുമ്പോൾ ഇയാളാണെങ്കിലോ കണ്ട സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും അവൻ ഈ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വൈറലായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവളുടെ അമ്മയുടെ ഒരു മെസ്സേജ് വരുന്നത്. അതായത് ഈ ഒരു അങ്കിള് ഈ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, അതും ഒരു റെസ്റ്റോറൻ്റൊക്കെ നടത്തുന്ന ഒരു ചെറുക്കൻ, അവർ നല്ല സ്വഭാവമല്ല, പിന്നെ അവന് ഒരുപാട് വൃത്തികെട്ട പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ ഈ അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്മ ആ ഒരു വിവരം അറിഞ്ഞിട്ട് ഇവളോട് പറയും അവനുമായിട്ടുള്ളൊരു ബന്ധവും വേണ്ട, അവൻ നല്ല മനുഷ്യനല്ല എന്നാണല്ലോ അങ്കിൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അത് കേട്ടതും ഇവിടെ ഇഫാന് ഓൾറെഡി ഈ അമ്മ
അമ്മയെ ഭയങ്കര ദേഷ്യം. ഈ അമ്മ ഇത്രയും കാലം അവൾ എന്താ ചെയ്യുന്നത്, ആരൊക്കെ കൂട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും അന്വേഷിക്കാതെ ഈ അമ്മ ഇപ്പോൾ വന്ന് ഉപദേശിക്കാൻ നിൽക്കുന്നതും, അതും ഞാനെ പോലെ ഒരാളെ അവളുടെ ലൈഫിൽ നിന്നും മാറ്റണമെന്ന് പറയുമ്പോൾ പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, നേരെ അമ്മയുടെ അടുത്തോട്ട് വരികയാണ്. ഈ അമ്മയുടെ വീട്ടിലാണല്ലോ അങ്കിൾ താമസിക്കുന്നത്. എന്നാൽ ഈ ഒരു അങ്കിൾ മാത്രമല്ല, ഈ ഒരു ആൻറ്റിയും അവരുടെ വീട്ടിൽ, ഈ അമ്മയുടെ വീട്ടിൽ ഇത്തിക്കണ്ണി മാതിരി കയറി കൂടിയിട്ടുണ്ട്. ഈ അമ്മക്കാണെങ്കിൽ ഇവരെ ഒഴിവാക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ബന്ധം അവരെ ഒഴിവാക്കാൻ സമ്മതിക്കാതെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ആൻറ്റി ആണെങ്കിലോ ഈ അങ്കിളിനെ നന്നായിട്ട് വഴക്ക് പറയുകയാണ്. കാരണം അവന് ഒരുപാട് കാലം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയെങ്കിലും നല്ല രീതിക്ക് ജീവിക്കണം. എന്നിട്ട് അങ്ങനെ ഒരുപാട് ഉപദേശം കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു കോളിംഗ് ബെല്ല്. അമ്മ വിചാരിക്കുന്നത് അവളുടെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ആണെന്നാ. എന്നാൽ ഡോറ് തുറന്നപ്പോഴോ ആകെ ഷോക്കായിപ്പോയി. ഇവിടെ ഇഫാനാണെങ്കിൽ ഒരിക്കലും ഇനി ഈ ഒരു പടി ചവിട്ടില്ലെന്നും പറഞ്ഞ് പോയതാണല്ലോ. ഇഫാൻ നേരെ ഈ അമ്മയെ മൈൻഡ് പോലും ചെയ്യാതെ നേരെ ഈ ഒരു ആൻറ്റിയുടെ അടുത്തോട്ടാണ് വരുന്നത്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിച്ചിട്ട് മതിയായില്ലേ, ഇനി എന്താ വേണ്ടത്, ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ, ഒരുപാട് എൻ്റെ ലൈഫ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെങ്ങനെ വഴക്ക് പറയുമ്പോൾ ഈ ആൻറ്റി ഇത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഈ ആൻറ്റി അങ്ങോട്ട് പറയാൻ തുടങ്ങും, നിനക്കിപ്പോൾ ഞങ്ങൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്, പിന്നെ ഈ അമ്മക്ക് പോലും നിന്നെ വേണ്ടാത്ത സമയത്ത് നിന്നെ ഞാനാണ് നോക്കി വളർത്തിയത്, നിനക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആൻറ്റിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ വീണ്ടും പറയുന്നു, അതായത് ഈ ഒരു ആൻറ്റിക്ക് ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യം വന്ന സമയത്ത് ഇവളുടെ അച്ഛനായിരുന്നു അതെല്ലാം കൊണ്ടു കൊടുത്തിരുന്നത്. എന്നിട്ട് ഇന്നേ വരെ അത് തിരിച്ചു പോലും ചോദിച്ചിട്ടില്ല, അത്രയ്ക്കും സഹായങ്ങളൊക്കെ അച്ഛൻ ചെയ്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഈ അമ്മയോട് പറയും, അമ്മയ്ക്കും ഇനി എന്നെ ഉപദ്രവിക്കുന്നത് മതിയായിട്ടില്ലേ, പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്നിട്ട് ചോദിക്കും, അമ്മ എന്തിനാണ് എന്നെ ഇങ്ങനെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഇവർക്ക് അന്ന് എന്നെ ഇട്ട് കൊടുത്തിരുന്നത്, ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നെ വളർത്താനൊക്കെ പ്രാപ്തി ഉണ്ടായിരുന്നു, എന്നിട്ടും എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും ഭയങ്കര ഇമോഷണലായിട്ട്. അത് കേട്ടതും ഈ അമ്മ ആകെ ഷോക്കാകും. കാരണം ഇന്നേ വരെ അവളിങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ പെട്ടെന്നാണ് ഈ ഒരു അങ്കിൾ പറഞ്ഞല്ലോ അവൾക്കിപ്പോൾ ഒരു വൃത്തികെട്ട ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുള്ള പറഞ്ഞ കാര്യം. അത് കേട്ടതും അമ്മ പറയും, അപ്പോൾ അവൻ്റെ കൂടെ കൂടിയിട്ടാണ് നിൻ്റെ സംസാരമൊക്കെ ഇങ്ങനെ ആയത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ ഒഴിവാക്കി പോവണം എന്ന്, അതാണ് അവൻ്റെ കൂടെ കൂടിയതാണ് എല്ലാത്തിനും പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടതും ഇഫാൻ അവിടെ ഞാൻ എന്നെ പറഞ്ഞതാണല്ലോ, പിന്നെ അവൾ പറയും, നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വിഷമോ, അത് എപ്പോൾ തൊട്ട് തുടങ്ങി ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ എന്നൊന്ന് ആക്കി പറയുകയാണ്. എന്നിട്ട് ശേഷം ഇവിടെ ആൻറ്റിയോടും അങ്കിളിനോടും പറയും, നിങ്ങൾ ഇനി എൻ്റെ ലൈഫിലോട്ട് ഇടപെട്ടാൽ, എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാൻ നോക്കിയാൽ പിന്നെ നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും, നിങ്ങളുടെ ആ ഒരു തകർച്ചയ്ക്കും വേണ്ടിയിട്ട് ഞാൻ മരണം വരെ ഫൈറ്റ് ചെയ്യും എന്നും ഭയങ്കര രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ്. അതെല്ലാം കേട്ട ഇവിടെ ആൻറ്റി പേടിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഒരു കൂസലുമില്ലാതെ ആ ഒരു നൃത്തം അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇയാളാണെങ്കിൽ കൂട്ടത്തിൽ ഓർക്കുന്നുണ്ട്, ഞാൻ ആ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെയ്ത പ്ലാനിങ് ഇയാളുടെ ഫ്രണ്ടും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടും എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്നിട്ട് ഇവർ തന്നെ ഒരു കേടായ ഭക്ഷണം ഇയാളെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം അയാളുടെ മകളുടെ ആ ഒരു സ്കൂൾ ഫീ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാൻ ആ ഒരു പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കേട് വന്ന ഭക്ഷണം കഴിപ്പിക്കും. എന്നിട്ട് അങ്ങനെയാണ് അവന് ഹോസ്പിറ്റലാകുന്നത്. എന്നിട്ട് ഇയാളുടെ മുഖം കാണിച്ചുകൊണ്ട് ഇയാളുടെ ആ ഒരു പ്രതികാരം അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ആ ഒരു മുഖം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു രംഗം കാണാം. അതും അവരുടെ പഴയ ഒരു സ്കൂൾ ലൈഫത്തെ ഒരു കാര്യമാണ് കാണുന്നത്. അതായത് ഇഫാൻ അവൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു കമ്പൈൻ സ്റ്റേഡിയം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വരികയാണ്. എന്നാൽ ആ ഒരു അങ്കിൾ ഇവിടെ ഫ്രണ്ട്സുമായിട്ട് ചൂതാട്ടമൊക്കെയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവളിങ്ങനെ പോകുന്നത് കണ്ടതും പിന്നെ അങ്കിൾ പെട്ടെന്ന് തന്നെ ഇവളെ ഫോളോ ചെയ്യും. ഇവളാണെങ്കിൽ വീട്ടിലോട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഈ അങ്കിൾ അവളെ പിടിച്ച് നിർത്തിയിട്ട് ഇവളോട് തനിക്ക് കുറച്ച് ക്യാഷ് വേണമെന്ന് പറയുന്നു. എന്നാൽ ഇവളുടെ അടുത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറയും, എൻ്റെ ക്യാഷൊക്കെ ചൂതാട്ടം കൊണ്ട് പോയി, ഇനി എനിക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് വേണം, നീ എന്നെ സഹായിച്ചേ പറ്റൂ, ഞാൻ എനിക്ക് എന്തായാലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല കൊടുക്കാൻ. എന്നാൽ പിന്നെ ഇയാളുടെ ടോണ് മാറി ഇവളെ ഉപദ്രവിച്ചിട്ട് തട്ടിപ്പറിച്ചെടുക്കാനുള്ള പ്ലാനാണ്. എന്നാൽ പിന്നെ ഇവൾ കുതറി മാറുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ആ ഒരു ബഹളമായി. അങ്ങനെ ഏതായാലും അയാൾ ആ ഒരു പൈസ കൈക്കലാക്കിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവളുടെ ഇങ്ങനെ ഫോളോ ചെയ്യൽ ഇവൻ്റെ പണിയാണല്ലോ. അങ്ങനെ ആ ഒരു സംഭവത്തിൽ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ രംഗങ്ങളെല്ലാം. എന്നിട്ട് ഞാൻ ഇവളോട് ചോദിക്കും അതാരാണെന്ന്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ പറയും, ഒന്നുമില്ല, പിന്നെ നീ വീട്ടിലോട്ട് പോയി, ഞാനും വീട്ടിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. ഏതായാലും ഇഫാൻ പോകുന്നു. ഞാനാണെങ്കിലോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഇയാളെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു രംഗം കൂടെയുണ്ട്. അതായത് ഞാൻ ഓൾറെഡി ഈ ഒരു അങ്കിളിനെ അറിയാമായിരുന്നു എന്നാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.